ക്ഷണിച്ചുകൊള്ളു. മഹിളാ മോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും എന്റെ സഹപ്രവർത്തകയുമായ പ്രിയ സ്നേഹിത ശ്രീ മഞ്ജു അനിൽകുമാറിനെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ മഹിളാ മോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റുമാരായിട്ടുള്ളവർ ഈ വേദിയിലേക്ക് കടന്നിരിക്കേണ്ടതാണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. യോഗത്തിന്റെ അധ്യക്ഷയും മഹിളാ മോർച്ചയുടെ ആലപ്പുഴ സൗത്തിന്റെ പ്രിയങ്കരിയുമായ പ്രസിഡന്റ് ശ്രീ പൊന്നമ്മ സുരേന്ദ്രൻ അവർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന ബിജെപിയുടെ ഏറെ പ്രിയങ്കരിയായ സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീമതി എം പി അഞ്ജന, ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്താൻ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആലപ്പുഴ സൗത്ത് ജില്ലയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ സന്ദീപ് വാചസ്പതി, അതുപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബിജെപിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, മഹിളാ മോർച്ചയുടെ സംസ്ഥാന കമ്മിറ്റിയിലെയും ജില്ലാ കമ്മിറ്റിയിലെയും ഭാരവാഹികൾ, മഹിളാ മോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റുമാർ, ബിജെപിയുടെ ഏറെ ബഹുമാന്യരായ സഹപ്രവർത്തകർ, അതുപോലെ തന്നെ മഹിളാ മോർച്ചയുടെ മണ്ഡലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഏറെ പ്രിയങ്കരായ എന്റെ സഹോദരിമാർ, എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം. ഭാരതത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി സർക്കാർ, ഇന്ത്യയുടെ നേതൃത്വത്തിൽ ബിജെപിയുടെ ഏറെ പ്രിയങ്കരനായ ലോകം അറിയുന്ന നമ്മുടെ നരേന്ദ്രമോദി, അദ്ദേഹം ഭാരതത്തിലെ മുഴുവൻ സ്ത്രീകളെയും അദ്ദേഹത്തിന്റെ സഹോദരിമാരെ കണ്ടുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എല്ലാ മേഖലകളിലും മുന്നേറ്റം നടത്തുകയും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്ത സ്ത്രീകളുമായി സൗഹൃദമുള്ള ഒരു സർക്കാരാണ് നമ്മുടെ ഭാരതത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് വനിതകൾക്ക് വേണ്ടിയിട്ട് 33% സംവരണം എന്ന ആശയത്തിൽ അധിഷ്ഠിതമായി ഒരു ബില്ല് കൊണ്ടുവന്നിട്ട് ഒരു വനിത ദേശീയ അധ്യക്ഷയായിട്ടുള്ള കോൺഗ്രസ് ഭരിക്കുന്ന ആ പാർട്ടി എന്ന് ആ ബില്ലിനെ നിഷ്കരണം തള്ളിക്കളയുകയാണ് ചെയ്തത്. പാർലമെന്റിൽ പാസ്സായ ആ ബില്ല് രാജ്യസഭയിൽ പാസ്സാക്കുവാൻ അതിനുശേഷം വന്ന സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം ഭാരതത്തിലെ സ്ത്രീകളെ ഒന്നാമതായി കണ്ടുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകളെ ഭാരതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഭാരതത്തിലെ വിവിധ പ്രവർത്തനങ്ങളുടെ മേഖലകളിലും ഒക്കെ തന്നെയായിട്ട് സ്ത്രീകൾക്ക് 33% സംവരണം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബിൽ ഈ മാസം നമ്മുടെ പാർലമെന്റിൽ കൊണ്ടുവന്നിരുന്നു. ഭാരതത്തിലെ മുഴുവൻ സ്ത്രീകളും വളരെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കിയ ആ ബില്ല് നമ്മൾ കരുതി അവിടെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ ബിൽ പാസ്സാക്കുമെന്ന്. പക്ഷെ ആ പ്രതീക്ഷകൾക്ക് കത്തിവെച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ സഖ്യം ആ ബില്ലിനെ യാതൊരു ഉപാധികളുമില്ലാതെ എതിർക്കുകയാണ് ചെയ്തത്. അങ്ങനെ കേവല ഭൂരിപക്ഷം നേടാതെ ആ ബില്ല് മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു. ഭാരതത്തിൽ വനിതാ സംവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നെഹ്റു കുടുംബത്തിൽ നിന്ന് വന്ന സ്ത്രീകൾക്ക് മാത്രമാണ് സംവരണമെന്നാണ് ഇന്നിവിടുത്തെ LDFും UDFും അതോടൊപ്പം കോൺഗ്രസും കരുതിയിരിക്കുന്നത്. അതിനാൽ കഴിഞ്ഞ 75 വർഷത്തിന് മേലെ
ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ഈ ഭാരതത്തിൽ ഒരു ഇന്ദിരാഗാന്ധിയെയോ ഒരു സോണിയാഗാന്ധിയെയോ ഒരു പ്രിയങ്ക ഗാന്ധിയെയോ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന് വിടുപണി ചെയ്യുന്ന കുറെ സ്ത്രീകളെയോ മാത്രം കാണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന കോൺഗ്രസ് സർക്കാരിനോടുള്ള പ്രതിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ ബില്ലിനെ എതിർത്ത LDF, UDF മുന്നണികൾക്കെതിരെ ഭാരതത്തിലെ, കേരളത്തിലെ, ആലപ്പുഴ സൗത്തിലെ മഹിളകളുടെ പ്രതിഷേധമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ പ്രതിഷേധത്തിലേക്ക് ഈ പ്രദേശത്തെ മുഴുവൻ വനിതകളെയും അതോടൊപ്പം തന്നെ നാരി ശക്തി ബന്ധൻ എന്ന ബില്ലിനെ അനുകൂലിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെയും ഈ സമ്മേളന നഗരിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ മഹിളാ മോർച്ചയുടെ പ്രിയങ്കരിയായ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മ സുരേന്ദ്രനെ ഏറെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ യോഗ ഉദ്ഘാടനം ചെയ്യാൻ വന്നെത്തിയിരിക്കുന്ന നമ്മുടെ BJPയുടെ സംസ്ഥാന സെക്രട്ടറിയും ഭാരത സ്ത്രീകളുടെ ശക്തിയുമായ ശ്രീമതി അഞ്ജന MB ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ആലപ്പുഴ സൗത്തിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ സന്ദീപ് വാചസ്പതിയെ ഞാൻ ഈ യോഗത്തിലേക്ക് ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ ആലപ്പുഴ സൗത്തിന്റെ BJPയുടെ NDAയുടെ ഭരണം പിടിച്ച പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരായ തിരുവമ്മണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത, പാണ്ടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രിയങ്കരിയായ ജിജി കുഞ്ഞുമോൻ, ആല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ ബിജു എന്നിവരെ ഞാൻ ഈ യോഗത്തിലേക്ക് വളരെ അഭിമാനത്തോടുകൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. മഹിളാ മോർച്ചയുടെ സംസ്ഥാന സമിതി വൈസ് പ്രസിഡന്റ് ശ്രീമതി അഡ്വക്കേറ്റ് ഹേമയെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BJPയുടെ സംസ്ഥാന സമിതി അംഗമായ ശ്രീ KS സജിമോനെ ഞാൻ ഈ യോഗത്തിലേക്ക് ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നു. BJPയുടെ സംസ്ഥാന വക്താവായ ബിപിൻ സി ബാബുവിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BJPയുടെ സംസ്ഥാന സമിതി അംഗമായ ബഹുമാനപ്പെട്ട പാലമുറ്റത്തെ വിജയകുമാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. BJPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ശ്രീമതി കലാരമേശ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ദേവാനന്ദ്, BJPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ശാന്തകുമാരി, BJPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് മോഹിനി ശിവദാസ് എന്നിവരെ യോഗത്തിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആലപ്പുഴ ജില്ലാ BJPയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ രമേശ് കൊച്ചുമുടിയെ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. BJPയുടെ ആലപ്പുഴ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് KK അനൂപിനെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BJPയുടെ ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാർ രാംദാസ് അവർകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BJPയുടെ ജില്ലാ ട്രഷറർ ശ്രീ അനിൽകുമാർ വള്ളികുന്നം ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. BJPയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ ശ്രീമതി ധന്യെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BJPയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ BJPയുടെ മറ്റ് സഹപ്രവർത്തകർ, BJPയുടെ പ്രിയങ്കരായ മണ്ഡലം പ്രസിഡന്റുമാർ ആയ പ്രമോദ് കാരക്കാട്, സുമേഷ് P, അഡ്വക്കേറ്റ് KV അരുൺ എന്നിവരെ ഞാൻ യോഗത്തിലേക്ക് ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഭാരതീയ മഹിളാ മോർച്ചയുടെ ഏറെ ആദരണീയരായ ആലപ്പുഴ സൗത്തിലെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരെ ഞാൻ യോഗത്തിലേക്ക് ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ
ഭാരതീയ മഹിളാ മോർച്ചയുടെ ആലപ്പുഴ സൗത്ത് ജില്ലാ ഭാരവാഹികൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും ഞാൻ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ വേദിയിലിരിക്കുന്ന മുഴുവൻ വിശിഷ്ട വ്യക്തികളെയും നമ്മുടെ ഈ സദസ്സിൽ നിന്ന് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന ഏറെ പ്രതീക്ഷയോടുകൂടി നാരി ശക്തി ബില്ലിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന എന്റെ പ്രിയങ്കരായ എല്ലാ സഹോദരി സഹോദരന്മാരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ ഓരോരുത്തരെയും നിങ്ങൾ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിക്കണം. ഈ യോഗത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്താൻ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി മഞ്ജു അനിൽകുമാറിനെ ഞാൻ ഏറെ സ്നേഹത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. എല്ലാവർക്കും നമസ്കാരം. ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിയിരിക്കുന്ന സംസ്ഥാന സെക്രട്ടറി MP അഞ്ജന ജി, ഈ യോഗത്തിന് മുഖ്യപ്രഭാഷണം നൽകാൻ എത്തിയിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് ജി, ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സമിതി അംഗങ്ങൾ, ജില്ലാ ജനറൽ സെക്രട്ടറിമാർ, ജില്ലാ ഭാരവാഹികൾ, മഹിളാ മോർച്ചയുടെ ജില്ലാ ഭാരവാഹികൾ, അതുപോലെ BJPയുടെ മണ്ഡലം പ്രസിഡന്റുമാർ, BJP ജില്ലാ ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, പഞ്ചായത്ത് ഭാരവാഹികൾ, അതുപോലെ മഹിളാ മോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റുമാര്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാര്, മണ്ഡലം ഭാരവാഹികൾ, പഞ്ചായത്ത് ഉപരി എല്ലാവർക്കും എന്റെ സാദര നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ഭാരതത്തില് സ്ത്രീകളുടെ അവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച ചരിത്രപരമായ നാരീശക്തി വന്ദൻ വനിതാ സംവരണ നിയമം, നാരീശക്തി വന്ദൻ അധിനിയം എന്ന നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഭാരതത്തിലെ സ്ത്രീകളുടെ അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് ഇടത് വലത് ജിഹാദി തീവ്രവാദി കൂട്ടുകെട്ടുകൾ ലോകസഭയിൽ ആ ബില്ല് പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. ഭാരതത്തിലെ അമ്മമാരുടെയും സഹോദരിമാരുടെയും അവകാശങ്ങളെ തന്നെ തകർത്തെറിഞ്ഞുകൊണ്ട് സ്ത്രീകൾ എന്നും അടുക്കളയുടെ അകത്തളത്തിൽ മാത്രം തളയ്ക്കപ്പെടേണ്ടവരാണെന്ന ചിന്ത മാത്രം കൊടുക്കാൻ കഴിയുന്ന ഇടത് വലത് ജിഹാദികളുടെ ചിന്തകൾക്കപ്പുറം പ്രതിഷേധിച്ചുകൊണ്ട് നടത്തുന്ന പ്രതികാരമാണ് നിങ്ങൾ ഇന്നിവിടെ കാണുന്നത്. പതിറ്റാണ്ടുകളായി സ്ത്രീകൾ നേരിടുന്ന ഈ നീതി നിഷേധം അവസാനിപ്പിക്കുന്നതിലൂടെ നയരൂപീകരണത്തിലും ഭരണ തീരുമാനങ്ങളിലും വനിതകളുടെ ശക്തമായ പങ്കാളിത്തം ഉറപ്പാക്കാൻ സാധിക്കുമായിരുന്നു. ആഗോള നിലവാരത്തിലേക്ക് ഭാരതത്തെ ഉയർത്തുന്ന ഈ ചരിത്രപ്രധാനമായ തീരുമാനം നാരീശക്തിയുടെ ജൈത്രയാത്രയിലെ പുതിയ അധ്യായമായിരുന്നു. അതിനെയാണ് നിഷ്ഠൂരമായ പ്രവൃത്തിയിലൂടെ ഇടത് വലത് ജിഹാദി കൂട്ടുകെട്ടുകൾ തുരങ്കം വെച്ചിരിക്കുന്നത്. ഈ അവകാശം നേടിയെടുത്തേ മതിയാകൂ, നേടിയെടുത്തിരിക്കും. ഇത് പറയുന്നത് ഭാരതീയ മഹിളാ മോർച്ചയാണ്. രാഷ്ട്രീയ ലാഭത്തിന്റെ കണ്ണിലൂടെ നോക്കിക്കൊണ്ട് കാര്യങ്ങളെ നോക്കി കാണുന്നവർ ഒരു സത്യം തിരിച്ചറിയണം. വനിതാ സംരക്ഷണം എന്നത് ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് ലഭിക്കേണ്ട ഭരണഘടനാപരമായ അവകാശമാണ്. അത് നരേന്ദ്രമോദി സർക്കാർ ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിന് ഈ രാജ്യത്തെ മുഴുവൻ നാരീശക്തികളും ഇതിനെ ഒറ്റക്കെട്ടായി നരേന്ദ്രമോദി സർക്കാരിനൊപ്പം ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ഇവിടെ പ്രതിജ്ഞയെടുക്കുകയാണ്. നമ്മുടെ ഈ സമ്മേളനം ഒത്തിരി താമസിച്ചുപോയി. 9 മണിക്ക് തുടങ്ങി നമ്മൾ 10:30ക്കുള്ളിൽ ഇത് അവസാനിപ്പിക്കണമെന്നുള്ള ഇതിലായിരുന്നു. ഇതിനെക്കാട്ടിലും മുതിർന്ന നേതാക്കൾ ഇവിടെ പ്രസംഗത്തിനുണ്ട്. കാര്യങ്ങൾ കുറച്ചെങ്കിലും നമുക്ക് സംസാരിച്ച് എല്ലാവരും അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ നീട്ടുന്നില്ല. ഇതെന്നെ ശ്രവിക്കുന്ന ഇവിടെ കൂടിയിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ, സംസ്ഥാന, മണ്ഡലം, പഞ്ചായത്ത്, ബൂത്ത് തല ഭാരവാഹികൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന മഹിളാ മോർച്ചയുടെ മുഴുവൻ സഹപ്രവർത്തകർക്കും, നമ്മളെ സേവിക്കുന്ന നല്ലവരായ നാട്ടുകാർക്കും, വ്യാപാരി സുഹൃത്തുക്കൾക്കും, ഓട്ടോറിക്ഷ, ടാക്സി തൊഴിലാളികളായിട്ടുള്ള എന്റെ സഹോദരങ്ങൾക്കും ഞാൻ
ഇവിടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ഈ യോഗ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള സ്റ്റേറ്റ് സെക്രട്ടറി അഞ്ജനാജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനിയായിട്ടുള്ള ഈ യോഗത്തിന്റെ അധ്യക്ഷ, മഹിളാ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീമതി പൊന്നമ്മ സുരേന്ദ്രൻ, ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്താനെത്തിയിരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായിട്ടുള്ള ശ്രീ സന്ദീപ് വാചസ്പതി അവത്, അതോടൊപ്പം ഈ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന മഹിളാ രത്നങ്ങൾ, ഈ സദസ്സിൽ ഇവിടെ ഇരിക്കുന്ന ഈ പ്രതിഷേധ യോഗത്തിന് വളരെ ഊർജ്ജസ്വലതയോടുകൂടി എത്തിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, പാർട്ടിയുടെ എല്ലാ ഭാരവാഹികൾക്കും ഇവിടെ എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും എന്റെ സാദര നമസ്കാരം. നമ്മളിന്ന് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതിഷേധത്തിനാണ് എത്തിയത്. വനിതാ സംവരണ ബില്ല് നടപ്പാക്കിയില്ല. അപ്പൊ ഞാന് 2 ദിവസം മുന്നേ ബഹുമാനിയായിട്ടുള്ള നമ്മുടെ ജനറൽ സെക്രട്ടറി അനൂപ്ജി എന്നെ വിളിച്ചു പറഞ്ഞു, രാവിലെയാണ് ഈ പരിപാടി, ഞാന് വൈകുന്നേരം കൂടി മഴയാണ്, രാവിലെ നമ്മളിത് ഉദ്ദേശിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഭയങ്കര ചൂടായിരിക്കും, വെയിലായിരിക്കും, നമ്മുടെ ഈ പരിപാടിക്ക് അധികം ആളുകൾ കാണില്ല, നമ്മുടെ ഈ പരിപാടിക്ക് ഉദ്ദേശമുണ്ട് എന്ന് പറഞ്ഞൊരു സംശയത്തോടു കൂടി ഞാനിവിടെ എത്തിയപ്പോൾ ഈ കടുത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതൊന്നിനെ ഞങ്ങൾക്ക് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരുപറ്റം ആളുകൾക്കെതിരെ പ്രതിഷേധിക്കുവാനായിട്ട്, ആ ആളുകൾക്കെതിരെ പ്രതികരിക്കുവാനായിട്ട് ഈ കനത്ത ചൂടിലും ഇത് കഴിഞ്ഞിട്ടൊരു പ്രതിഷേധ യാത്രയുണ്ട്, ആ യാത്രയിൽ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന എന്റെ ഓരോ സഹോദരിമാർക്കും മനസ്സുകൊണ്ട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ഇവിടെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് എന്താണോ വേണ്ട എന്ന് വെച്ചത് അത് ഞങ്ങൾക്ക് നടപ്പിലാക്കി തരുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങളോടൊപ്പം ഉണ്ട്. ഈ വരുന്ന അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 70ഓളം സീറ്റുകളിൽ വനിതകൾ മത്സരിക്കും. ആ സമയത്ത് വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കും എന്ന ഉറപ്പിന്മേലിലാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ അതിനു മുന്നേ ഒരു ചെറിയ ബ്രീഫ് പറയാം. കഴിഞ്ഞ മാസം 16-ാം തീയതി, ഏപ്രിൽ 16-ാം തീയതി ലോക്സഭയില് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, നമുക്ക് എല്ലാവർക്കും അറിയാം, വനിതാ സംവരണ ഭേദഗതി ബില്ലും മണ്ഡല പുനർനിർമ്മാണ ബില്ലും പാസ്സാക്കുന്നതിലേക്കായിട്ട് പ്രധാനമന്ത്രി പാർലമെന്റിലേക്ക് വെച്ചപ്പോൾ അത് ഒരു കൂട്ടം ഇന്ത്യ മുന്നണി സഖ്യം എന്ന് പറയുന്ന ഭൂരിപക്ഷമില്ലാത്ത കുറച്ച് ആളുകൾ അതിനെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് സ്ത്രീകളെ അടുക്കളയിൽ തന്നെ തളച്ചിടുന്ന ഒരു രീതി അവലംബിക്കുവാനുള്ള ഒരു മാർഗത്തിന് വേണ്ടിയിട്ട് അവർ തയ്യാറെടുത്തു. ആ എതിർപ്പിനെ എതിർക്കാനായിട്ടാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നതെന്ന് നമുക്കറിയാം. 2023 മോദി സർക്കാർ അന്ന് ഈ വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നപ്പോൾ ഈ വരുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏറ്റവും വലിയൊരു മാറ്റം കൊണ്ടുവന്നത് ഒരു ചരിത്രത്തിൽ ഇടം പിടിക്കേണ്ട ഒരു സംഭവമായിട്ട് മാറേണ്ടതായിരുന്നു. ഒരു ചെറിയ കാര്യം പറഞ്ഞു കൊണ്ടോട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് പാർലമെന്റിലെ നിലവിലുള്ള 543 സീറ്റുകൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ. പാർലമെന്റിലെ 543 സീറ്റ് എന്നുള്ളത് 1971 ആർട്ടിക്കിൾ 81 പ്രകാരം നിലവിൽ വന്നതാണ്. അന്ന് ഭാരതത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് എത്രയായിരുന്നു എന്നറിയാമോ? ഏകദേശം ഒരു 54.5 കോടി, അല്ലെങ്കിൽ 55 കോടി തന്നെ വിചാരിച്ചു. ഇന്ന് ഭാരതത്തിലെ ജനസംഖ്യ എത്രയാണ്? 158 കോടിയോളം വരും. 145 കോടിയായിട്ട് ഏകദേശം ഇപ്പൊ മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പാർലമെന്റിലെ നമ്മുടെ അംഗങ്ങളുടെ എണ്ണം മാറിയിട്ടുണ്ടോ? ഇല്ല. 10 പേർക്ക് ഒരാളെന്ന് പറയുന്നത് 1000 പേർക്ക് ഒരാളെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇനിയും നിൽക്കുന്നത്. അപ്പോ ആ നിയമത്തിനൊരു ഭേദഗതി ഉണ്ടാക്കുവാനായിട്ട് അതിൽ കൂടുതൽ ആളുകൾക്ക്, അതായത് മണ്ഡല പുനർനിർണയം വഴി വനിതകൾക്ക് കൃത്യമായ പ്രാതിനിധ്യം ലഭിച്ചുകൊണ്ട്
അധികമായിട്ടുള്ള ആളുകളെ ഈ 543 എന്നുള്ളത് 850 എത്തിച്ചുകൊണ്ട് എല്ലാ ആളുകൾക്കും ഇപ്പൊ വനിതകൾക്കും കൃത്യമായ പ്രാതിനിധ്യം ലഭിക്കുവാനായിട്ട് കൊണ്ടുവന്ന ബില്ല്. അതിനെ എതിർക്കുന്നത് ആരാണ്? സ്ത്രീകളോടൊപ്പമാണ് എന്ന് പറയുന്ന, സ്ത്രീപക്ഷമാണ് എന്ന് പറയുന്ന ഇടതുപക്ഷവും, എന്നും സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസും ഈ ഇന്ത്യ മുന്നണി ചേർന്നിട്ട് ഈ ബില്ലിനെ അവർ എതിർക്കുകയാണ് ഉണ്ടായത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ, ഈ ബില്ല് പാസാക്കിയാൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും പ്രതിപക്ഷത്തിന് നൽകിക്കൊള്ളാം എന്ന് ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറഞ്ഞിട്ടും ഈ ബില്ലില് 50% സംവരണം സ്ത്രീകൾക്ക് നൽകാമോ എന്ന് ചോദിച്ചപ്പോ അതെ എന്ന് നൽകാമെന്ന് ബഹുമാന്യനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജി ഉറപ്പ് നൽകിയിട്ടും ഈ സ്ത്രീ വിരുദ്ധരായിട്ടുള്ള പ്രതിപക്ഷം ഈ ബില്ലിനെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. ഇന്ദിരയും സോണിയയും പ്രിയങ്കയും മാത്രം മതി, അവര് മാത്രം ശാക്തീകരിക്കപ്പെട്ടാൽ മതി. ബാക്കിയുള്ള ഭാരതത്തിലെ കോടാനുകോടി വരുന്ന ഇന്ത്യയിലെ വനിതകള് അവരെല്ലാവരും തന്നെ എന്താ പറയാ, ഈ പറയുന്ന ഒരു ദരിദ്രരായിട്ട് നീങ്ങിയിട്ടുണ്ട്. ദരിദ്ര നാരായണികളായിട്ട് തന്നെ ഇതിന് മുന്നോട്ട് ജീവിക്കണമെന്നുള്ള കോൺഗ്രസിന്റെ ഈ ഇന്ത്യ മുന്നണിയുടെ ഈ സ്ത്രീ വിരുദ്ധരുടെ നിലപാട് ഇതിനെ ശക്തമായിട്ട് എതിർക്കാനും പ്രതിഷേധിക്കുവാനാണ് നമ്മൾ എല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ, നാരി സേ നാരായണി തക് എന്ന മുദ്രാവാക്യവുമായി നമ്മുടെ പുരോഗമനത്തിന്, നമ്മുടെ അഭിവൃദ്ധിക്ക്, നമ്മുടെ ക്ഷേമത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ ബില്ല് പാസാക്കുവാനായിട്ട് കൊണ്ടുവന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമല്ലേ? നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ഈ ജനാധിപത്യ രാജ്യത്തിലെ ജനപ്രതിനിധികൾ എന്താ ചെയ്യേണ്ടത്? ജനങ്ങൾക്കുതകുന്ന, ജനങ്ങൾക്ക് ക്ഷേമം വരുത്തുന്ന എല്ലാ കാര്യങ്ങളെയും പിന്തുണയ്ക്കുന്നതിന് പകരം 243 എംപിമാര് അവിടെ നിന്ന് പറഞ്ഞു, ഈ പെണ്ണുങ്ങളാരും സ്ത്രീകളാരും വരണ്ട, സ്ത്രീകൾ വന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബില്ലിനെ പരാജയപ്പെടുത്തി. ഞങ്ങൾക്ക് കാണിക്കാനുണ്ട് സ്ത്രീകൾ ശക്തരാണെന്ന്, സ്ത്രീകൾ ഭരിക്കാൻ അറിയാവുന്നവരാണെന്ന്, സ്ത്രീകൾ ഏറ്റവും നന്നായിട്ട് ഭരിച്ചു കാണിക്കുന്നവരാണ് എന്ന് ഞങ്ങൾ NDA തെളിയിച്ചതാണ്. ഞങ്ങളുടെ പ്രഥമ വനിത സ്ത്രീയാണ്. ഏറ്റവും കൂടുതൽ, ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് നിർമ്മല സീതാരാമൻ ജിയാണ്. അതുപോലെ തന്നെ അവിടെ തീർന്നിട്ടില്ല, സുഷമ സ്വരാജ് കൈകാര്യം ചെയ്തിരുന്നില്ലേ? അങ്ങനെ ഭരിച്ച് തെളിയിച്ചപ്പോഴത്തേക്കും ഇന്ത്യ മുന്നണിക്ക് പേടിയായി പോകും തോന്നുന്നു. ഇവരെല്ലാവരും കൂടി വന്നാൽ ഞങ്ങൾക്ക് സ്ഥാനമില്ലാതായി പോകുമോ എന്നുള്ള സംശയത്തിന്റെ പുറത്ത് എല്ലാവരും കൂടി നിന്നുകൊണ്ട് എതിർത്തു. വേണ്ട, സ്ത്രീകൾ വേണ്ട. കഴിഞ്ഞ 6 പതിറ്റാണ്ട് നമ്മൾ മറന്നുപോരുത്, നമ്മൾ ഓരോ ദിവസവും ഓർക്കണം. കഴിഞ്ഞ 6 പതിറ്റാണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ഭരിച്ചില്ലേ? ഭരിച്ചിട്ട് സ്ത്രീകൾക്ക് എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ നരേന്ദ്രമോദിജി സർക്കാർ, നരേന്ദ്രമോദിജി എന്ന പാർലമെന്റിനെ ഒരു കോവിലായിട്ട് കൊണ്ടൊരു സ്ത്രീ കോവിലായിട്ട് കണ്ടിട്ട് അതിനെ തൊട്ട് വണങ്ങി അകത്തേക്ക് കയറിയിട്ട് ഞാൻ ഇവിടുത്തെ പ്രധാനമന്ത്രിയല്ല, പ്രധാന സേവകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം നമ്മൾ ജനങ്ങൾക്ക്, നമ്മുടെ സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തിന് വില തന്നുകൊണ്ട് സ്വച്ഛ് ഭാരത് മിഷൻ എന്ന പദ്ധതി വന്നു. അന്ന് ഈ കേരളത്തിൽ നിന്ന് തുടങ്ങാം. കേരളത്തിലെ അന്നത്തെ മാധ്യമങ്ങള്, അന്നത്തെ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും കൂടെ പറഞ്ഞു കക്കൂസ് ഉണ്ടാക്കാൻ നടക്കുകയാണെന്ന്. അതെ, ആദ്യം തന്നത് അത് തന്നെയാണ്. ഞങ്ങൾ സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന് വില തന്നു. അതിരാവിലെ ഒരു ലോട്ടായിനെ കുറിച്ച് വെള്ളവുമായിട്ട് ആളുകളെല്ലാം എഴുന്നേൽക്കുന്നതിന് മുമ്പേ ക്യൂവായിട്ട് ആരും കാണാതെ ഒരു സ്ഥലത്ത് പോയി തങ്ങളുടെ പ്രാഥമിക കൃത്യം നിർവഹിച്ചിട്ട് തിരിച്ചു വൈകുന്നേരം ഇരുട്ടാകുന്നത് വരെ ഈ 6 പതിറ്റാണ്ട് ഭരിച്ചവർക്കാർക്കും ഒന്നും ഒരു ബാത്റൂം ഫെസിലിറ്റി കൊടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അന്ന് പറഞ്ഞത് അത് അങ്ങ് അവിടെയല്ലേ, ഇവിടെ അതിന്റെ കാര്യമുണ്ടോ? നമ്മൾ മറക്കരുത്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നതാണ്. നിങ്ങളുടെ ബഹുമാന്യനായിട്ടുള്ള നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് തിരുവനന്തപുരത്ത് നിന്നാണ്. മറക്കില്ല, ഞങ്ങൾ ശിലുവമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ അങ്ങ് തിരുവനന്തപുരത്ത് തന്റെ പ്രാഥമിക കൃത്യം നിർവഹിക്കാനായിട്ട് കടപ്പുറത്ത് പോയി തിരിഞ്ഞപ്പോൾ പട്ടി കടിച്ച് മരിച്ച ഒരു സംഭവമുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അത് തിരുവനന്തപുരത്താണ്, അത് ഈ കേരളത്തിലാണ്. എന്താ ഈ സ്വച്ഛ് ഭാരത് വഴി ഇത്രയും ആളുകൾക്ക് സൗജന്യമായിട്ടുള്ള ബാത്റൂം ഫെസിലിറ്റി അവൈൽ ചെയ്തപ്പോൾ അതുകൊണ്ട് മാത്രമാണോ? സ്ത്രീകൾക്ക് ഞങ്ങൾക്ക് എന്തെല്ലാം തന്നു?
പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി സ്ത്രീകൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് സ്ത്രീകളെ സംരക്ഷിക്കുന്നത് വഴി ഒരു സമൂഹത്തിന്, ഒരു വീട്ടിലെ സ്ത്രീയെ സംരക്ഷിക്കുന്നത് വഴി ആ വീടിനെ, ആ നാടിനെ, ആ സമൂഹത്തിനെ, അതുവഴി രാജ്യത്തിനെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യം അവർക്ക് ഒരു വീടുണ്ടെങ്കിൽ അവർക്ക് വീടില്ലാത്തവർക്ക് ആവാസ് യോജന പദ്ധതി പ്രകാരം വീടുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ സ്ത്രീകൾക്ക് രാവിലെ എഴുന്നേറ്റ് നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോ, നമ്മുടെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോ നമ്മുടെ പ്രധാനമന്ത്രി നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കും. ഓരോ സ്ത്രീകളും ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ജാതി മത രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് ഇത്രയും ആരാധകർ വന്നത്. നമ്മളെ നേരെ അടുക്കളയിൽ ചെല്ലുമ്പോ നമുക്ക് കിട്ടുന്ന ബാത്റൂം, നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന ബാത്റൂം പ്രധാനമന്ത്രി തന്നതാണ്. സ്വച്ഛ് ഭാരത് മിഷനിലൂടെ നേരെ ചെന്നൊരു ചായ ഇടാൻ നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോ ഉജ്ജ്വല യോജന നമ്മളാരും മറക്കാൻ പാടില്ല, ഇല്ലേ? പുകയൂതി മണ്ണെണ്ണയുടെ പുക ശ്വസിച്ച് ഏറ്റവും ബുദ്ധിമുട്ടി ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കിയ പ്രധാനമന്ത്രി നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ക്ഷേമത്തിന്, നമ്മുടെ ഐശ്വര്യത്തിന്, ഈ നാടിന്റെ വികാസത്തിന് ഉജ്ജ്വൽ യോജന കണക്ഷൻ വഴി സൗജന്യമായി ഗ്യാസ് കണക്ഷൻ എത്തിച്ചു കൊടുത്തപ്പോൾ അവിടെ തീർന്നോ? ഇല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ജൻധൻ അക്കൗണ്ട് തുടങ്ങാൻ പറഞ്ഞപ്പോ, സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? നമ്മുടെ പൈസ, നമ്മുടെ മോണിറ്ററിംഗ്, നമ്മുടെ പൈസ എല്ലാം പ്രധാനമന്ത്രി അടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ അവരെ പറഞ്ഞത്? എന്താ സംഭവിച്ചത്? കോവിഡ് വന്നപ്പം ജൻധൻ അക്കൗണ്ട് ഉള്ളവർക്ക് എല്ലാവർക്കും 500 വെച്ച് 1500 രൂപ ഇട്ടു വന്നോ? കർഷകർക്കുള്ള പെൻഷൻ 6000 രൂപ വരുന്നത് ഏത് അക്കൗണ്ടിലാ? ജൻധൻ അക്കൗണ്ട്. ആ സമയത്ത് CPM-കാരുടെ ഭാര്യ വന്ന് ഞങ്ങളോടൊക്കെ ചോദിച്ചു, ഇതെങ്ങനെയാ നിങ്ങൾക്ക് കിട്ടുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, ജൻധൻ അക്കൗണ്ട് എടുക്കണം, സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കണം. സീറോ ബാലൻസ് അക്കൗണ്ടിൽ ഒന്നും അങ്ങോട്ട് പോകാനല്ല, ഞങ്ങൾക്ക് ഇങ്ങോട്ട് തരാനാണ്. അങ്ങനെ കാർഷിക തന്നപ്പോൾ പിന്നെ ഗർഭിണിയാകുന്ന സ്ത്രീകൾക്ക്, മുലയൂട്ടുന്ന അമ്മമാർക്ക് 6000 രൂപയുടെ പദ്ധതിയായിട്ടുള്ള മാതൃവന്ദന യോജന തന്നില്ലേ നമുക്ക്? അവരുടെ ആരോഗ്യത്തിനുള്ള, അവരുടെ ക്ഷേമത്തിന്, ജനിക്കാൻ പോകുന്ന കുട്ടിക്ക്, ആ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ സുകന്യ സമൃദ്ധി യോജന വഴി അവർക്ക് അവരുടെ ഫ്യൂച്ചർ സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു അവസരം തന്നപ്പോൾ, സ്ത്രീകൾക്ക് മുദ്രാ യോജന വഴി 10 ലക്ഷം രൂപയുടെ ലോണുകൾ തന്നപ്പോൾ, സ്റ്റാൻഡപ്പ് ഇന്ത്യ വഴി 10 ലക്ഷം മുതൽ 1 കോടി രൂപയുടെ പദ്ധതികൾ നമുക്ക് തന്നപ്പോൾ, ലഖ്പതി ദീദി എന്ന് പറഞ്ഞൊരു വഴി ഈ പറയുന്ന പോലെ കച്ചവടക്കാർക്ക് അവർക്ക് പ്രൊട്ടക്ട് ചെയ്തപ്പോൾ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ വഴി പെൺകുട്ടികളെ സംരക്ഷിച്ചപ്പോൾ, ഇങ്ങനെ അവസാനത്തെ വരിയിൽ നിൽക്കുന്ന അവസാനത്തെ വനിതയുടെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടാണ് വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കണമെന്ന് നരേന്ദ്രമോദിജി പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ, ഇന്ത്യ എന്നാൽ ഇന്ദിരയാണ് എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ എന്നാൽ അമ്മ എന്നൊരർത്ഥം കൂടിയുണ്ട് എന്ന് കോൺഗ്രസ് ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അവരുടെ മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ, എന്റെ വീട് മാത്രം വളർന്നാൽ മതി എന്ന് പറഞ്ഞാൽ പോരാ, എന്റെ കുടുംബം മാത്രം വളർന്നാൽ മതി എന്ന് പറഞ്ഞാൽ പോരാ. നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനാണ്, ഈ രാഷ്ട്ര നിർമ്മാണത്തിനാണ് ഞങ്ങളുടെ അമ്മമാരെയും കൂടി പങ്കാളികളാക്കണം. നരേന്ദ്രമോദിജിക്ക് ഉറച്ച വിശ്വാസം ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ത്രീകളിൽ ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ നാട് വികസിക്കണമെങ്കിൽ സ്ത്രീകളെ രാഷ്ട്ര നിർമ്മാണത്തിലേക്ക് കൊണ്ടുവരണം എന്ന് 33% സംവരണം വഴി അവരെയും കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തണം എന്ന് അദ്ദേഹം പറഞ്ഞത്. സിദ്ധാന്തം എതിർത്തു. ഒരു ബില്ലാര് തടഞ്ഞാലും ശരി, ഇത് നാരി ശക്തിയാണ്, ഇത് പ്രധാനമന്ത്രിയുടെ ശക്തിയാണ്, ഇത് നടപ്പിലാക്കാൻ അറിയാവുന്ന മഹിളാ മോർച്ചയുടെ പാർട്ടിയുടെ പ്രവർത്തകരാണ് ഇന്ന് ഈ ആലപ്പുഴ സൗത്തിൽ ഇവിടെ കൂടിയിരിക്കുന്നത് എന്നറിയാം. എന്തുകൊണ്ടാണ്? നമ്മളെല്ലാരും നയതന്ത്രം പഠിച്ചും എക്കണോമിക്സ് പഠിച്ചിട്ടും ഒക്കെയാണ് വന്നത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊരു 3-4 ഗസ്റ്റ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ 4 ലിറ്റർ പാലേ ഉള്ളൂ എങ്കിൽ അതിനകത്ത് നല്ല കട്ടിയുള്ള ചായ ഉണ്ടാക്കി 8 പേർക്ക് വൃത്തിയായിട്ട് കൊടുക്കാൻ നമുക്കറിയാം, ഇല്ലേ? നമ്മളെന്താ എക്കണോമിക്സ് പഠിച്ചിട്ടാണോ? ഒരിച്ചിരി കറിയേ ഉള്ളെങ്കിൽ 5 പേരാ വീട്ടിലുണ്ടെങ്കിൽ 5 പേർക്കും തുല്യമായിട്ട് കൊടുക്കാൻ നമുക്കറിയാം. എന്ത് പഠിച്ചിട്ടാണോ? ഒരു വീട്ടിൽ വരുന്ന 1000 രൂപയാണെങ്കിൽ ആ 1000 രൂപയിൽ 500 രൂപ വീട്ടിലെ ചെലവും പോയിട്ട് മക്കൾക്കുള്ള ട്യൂഷനും കൊടുത്തിട്ട് ബാക്കി 200 രൂപ മിച്ചം പിടിക്കാൻ നമുക്കറിയാം. ആരാണെന്ന് ഫിനാൻഷ്യൽ എക്കണോമിക്സ് ഒക്കെ പഠിച്ചിട്ടാണോ നമ്മളിത് ചെയ്യുന്നത്? ആണോ? അവിടെ ഇരിക്കുന്നവർക്കറിയാം. പഞ്ചഭൂതങ്ങളിൽ നിന്നും കൈയിട്ട് വാങ്ങിയ കോൺഗ്രസുകാർക്ക് അറിയില്ല. കാരണം അവർക്ക് കൈയിട്ട് വാരാനേ അറിയുള്ളൂ. നമുക്കറിയാം, പ്രധാനമന്ത്രിക്കറിയാം, സ്ത്രീകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ
സ്ത്രീ സുരക്ഷയ്ക്ക് അവർ തന്നെയാണ് ഇതിന് പങ്കാളികളാകേണ്ടത് എന്നറിയാവുന്നതുകൊണ്ട് ആ രാഷ്ട്ര പുരോഗതിയിൽ നമ്മളെയും കൂടി പങ്കാളികളാക്കാനാണെന്നേ. അങ്ങനെയല്ലേ നമ്മളെയും കൂടി അതിനകത്ത് ചേർക്കേണ്ടത്, അങ്ങനെയല്ലേ അത് ചെയ്യേണ്ടത്. പക്ഷേ അത് BJP തെളിയിച്ചപ്പോ ഈ കഴിഞ്ഞ ഏപ്രിൽ 16, 17, 18 നമ്മൾ ഈ വിഷു ഒക്കെ കഴിഞ്ഞിട്ട് പുതുവർഷം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സമ്മാനമായിട്ട് നമ്മൾ ഇതിനെ കാണാൻ വേണ്ടിയിട്ടിരുന്നപ്പോൾ അങ്ങനെ ഒരു സമ്മാനം നമുക്കൊരു സമ്മാനവും തരാറില്ല. നമുക്ക് ഇന്ത്യ മുന്നണി ഒന്നും സമ്മാനവും തന്നിട്ടില്ല. നമുക്ക് ഇന്ത്യ മുന്നണി തന്നിട്ടുള്ളത് കുറച്ച് അഴിമതി, കുറച്ചധികം അക്രമം, കുറച്ച് മയക്കുമരുന്ന്, കുറച്ചധികം ലഹരി മാഫിയ, ഇങ്ങനെ എന്താ പറയുന്നത്, സ്ത്രീകളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള ഒരു കാര്യങ്ങളും ഇവർ ചെയ്യാതിരുന്നപ്പോൾ നമ്മൾ ആലോചിക്കണം. നെഹ്റു തുടങ്ങി രാജീവ് ഗാന്ധി മുതൽ രാഹുൽ ഗാന്ധി വരെ അവർ ചെയ്യുന്നത് എന്താ? നമുക്ക് എന്തെങ്കിലും സംരക്ഷണം ഉണ്ടോ? ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരുടെ സമ്മേളനത്തിന് ഇത്രയധികം സ്ത്രീകളെ വേദിയിലിരുത്താനുള്ള കോൺഫിഡൻസ് അവർക്കുണ്ടോ? ഇല്ല. പേടിയാണെന്നേ, സ്ത്രീകളെ പേടിയാണ്, അവർക്ക് പറ്റില്ല, അവർക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. തങ്ങളുടെ സ്ഥാനം പോവോ? ഈ 3 അല്ലാണ്ട് ഈ നമ്മളെന്താ ചെയ്യുന്നത്? നമുക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് ഒരുപാട് പേരുടെ ഉദാഹരണങ്ങൾ മുന്നിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലെ? നമുക്ക് സുഷമ സ്വരാജ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദ്രൗപദി മുർമു ഉണ്ട്, രാജ്മാതാ വിജയരാജ സിന്ധ്യ ഉണ്ട്, ആനി മസ്തീൻ ഉണ്ട്. ഇവരുടെ മുന്നേറ്റങ്ങൾക്ക് വളർച്ചയും ഇവരുടെ മുന്നേറ്റത്തിന്റെ കൂടെ നമ്മൾ എല്ലാവരും ഇവര് മാത്രം പോരാ, ഇനി വനിതകൾ മുന്നിലേക്ക് വരണമെന്ന് ആർജവത്തോടുകൂടി പറയാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഇങ്ങനെ ഒരു ബില്ല് കഴിഞ്ഞ 20 വർഷമായി ഈ പാർലമെന്റ് ഇരിക്കുകയാണ്. 20 വർഷമായി 1996 മുതൽ 1996 മുതൽ ഓരോ ഗവൺമെന്റ് വരുമ്പോഴും ഇവരുണ്ടായിരുന്നല്ലോ, 6 പതിറ്റാണ്ട് ഇവര് കൊണ്ടുവന്നല്ലോ, പിന്തുണയ്ക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നല്ലോ. ഇന്നും അവർ പറയുന്നല്ലോ ഞങ്ങൾ ബില്ലിനെതിരല്ല എന്ന്. നിങ്ങൾ ബില്ലിനെതിരല്ല എങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഉത്തരം പറയണം? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ബില്ലിനെതിരായത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ബില്ലിനെ പിന്തുണയ്ക്കാത്തത് എന്ന് ഇവിടുത്തെ ജനങ്ങളോട് ഉത്തരം പറയേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് 100% ഉറപ്പുള്ള ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നടപ്പാക്കാൻ പറ്റാത്തതെല്ലാം നടപ്പിലാക്കി കാണിച്ചു തന്ന ഒരു സർക്കാരാണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ കുറച്ചു വർഷമായി ആ സർക്കാരിന്റെ കീഴിൽ, ആ കുടയുടെ കീഴിൽ, ആ തണലത്ത് സുരക്ഷിതരായി നിൽക്കുന്ന സ്ത്രീകളാണ് ഭാരതത്തിലുള്ളത്. കേരളത്തിൽ ആ സുരക്ഷയുണ്ടോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കാൻ നമുക്ക് പറയാം. കേരളത്തിൽ ആ സുരക്ഷയുണ്ടോ? കേരളത്തിൽ ആ സുരക്ഷ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. കേരളത്തിൽ എന്തിനാണ് സുരക്ഷ? കേരളത്തില് സ്ത്രീകളെ ഒരു പായയിൽ പൊതിഞ്ഞ് തോളത്ത് വെച്ച് മിഥുനം സിനിമയിൽ കാണിക്കുന്നത് പോലെ പിണറായിയും അവരുടെ ആളുകൾക്കും എല്ലാവർക്കും കൂടി പതുക്കെ തോളത്ത് വെച്ചിട്ട് നേരെ ശബരിമലയിലേക്ക് കൊണ്ടുപോകാൻ വലിയ ആർജവമായിരുന്നു, ഇല്ലേ? ഇടത്ത് തോളെ വെക്കണോ വലത്ത് തോളെ വെക്കണോ എന്നൊരു ചെറിയ സംശയം മാത്രമേ ഉള്ളൂ. മാറി മാറി തോളി വെച്ച് ശബരിമലയെ കയറ്റാൻ കുഴപ്പമില്ലായിരുന്നു. സ്വന്തം കുടുംബത്തിലുള്ള സ്ത്രീകളെയും പെൺകുട്ടികളെയും അല്ലേ വീട്ടിനകത്ത് അടച്ചിരുത്തിയിട്ട് പാവപ്പെട്ട സ്ത്രീകളെ തള്ളി ചുംബന സമരത്തിന് പോകൂ, ആർത്തവവാതിലുണ്ടാക്കൂ എന്ന് പറയുവാനായിട്ട് നമ്മുടെ കേരളത്തിലെ ഇവർക്ക് പറ്റുമായിരുന്നല്ലേ? അന്നൊരു പ്രതിഷേധവും ഏതെങ്കിലും ഒരു പ്രതിഷേധം കണ്ടോ? അന്ന് പ്രതിഷേധിച്ച നമ്മുടെ ആളുകളെ ശബരിമലയിലേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കെതിരെ കേസുണ്ട്? ഇന്നിവിടെ പോയി ചില സ്ഥലത്ത് ബസ്സില് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അത്രേ, ശബരിമലയിൽ വെറുതെ പോണത്രേ. പാർലമെന്റിൽ നിങ്ങൾ ആരും കയറി ഭരിക്കാനൊന്നും നിൽക്കണ്ട, പാർലമെന്റ് ഞങ്ങൾ എല്ലാവരും കൂടെ നോക്കിക്കോളാം. നിങ്ങൾ ശബരിമലയിൽ കയറിക്കോ, അവിടെ കയറിയിട്ട് നിങ്ങൾ അവിടെ നിൽക്ക്, ഞങ്ങൾ ഉരച്ചു തരുന്ന സ്വർണം നിങ്ങൾ കൊണ്ടുപോക്കോ എന്നും കൂടി ഒരു ഫൈനൽ അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരാനായിട്ട് ഇവർക്കൊരു ചെറിയ ശ്രമവും കൂടി ഉണ്ടായിരുന്നു. ജീവനുള്ളിടത്തോളം കാലം ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് അന്നും ഇന്നും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവനുള്ളിടത്തോളം കാലം ഈ ബില്ല് 2029 ഞങ്ങൾ നടപ്പിലാക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇനിയും പറയാനുള്ളത്. അതിന് തന്നെയാണ് ഈ പൊരുവേലത്ത് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നതെന്നറിയാം. നമുക്കറിയാം സ്ത്രീ സുരക്ഷ. ഞാൻ ഒരുപാട് നീട്ടിക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് ചുരുക്കിക്കോളാം. 1-2 കാര്യം പറഞ്ഞിട്ട് ഞാൻ ചുരുക്കിക്കോളാം. എനിക്കറിയാം ചൂടാണ്. ഞങ്ങളുടെ സുരക്ഷ എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ആ യാത്ര ചെയ്തവർക്ക് എല്ലാവർക്കും കുറച്ചധികം കാര്യങ്ങളും മനസ്സിലാവും. എല്ലാം ശരിയാക്കി തരാം, ഇപ്പൊ ശരിയാക്കി തരാം, ഇല്ലേ? നമ്മളെല്ലാരും കണ്ടില്ലേ? LDF വന്നു, എല്ലാം ശരിയായി. നിങ്ങൾ ശരിയാക്കണ്ട.
നിങ്ങൾ ഏകദേശം പൂട്ടിക്കെട്ടിക്കഴിഞ്ഞു. ഇവിടെ പല സ്ഥലത്തും നമുക്ക് മനസ്സിലായി നിങ്ങൾ ഏകദേശം പൂട്ടിക്കെട്ടിക്കഴിഞ്ഞു എന്ന്. അപ്പൊ അങ്ങനെ പൂട്ടിക്കെട്ടിയതിന്റെ തുടക്കം അങ്ങ് അനന്തപത്മനാഭന്റെ മണ്ണിൽ നിന്നായിരുന്നു. ഒരു കോർപ്പറേഷനെ നമ്മളങ്ങ് പൂട്ടിച്ചു. ഇപ്പൊ ഭരിക്കുന്നത് മേയറാണ്. ഞങ്ങളുടെ മേയർ, ഒരു വനിതാ ഡെപ്യൂട്ടി മേയർ, അവിടെ രണ്ടുപേരും ഞങ്ങളുടെ കൗൺസിലേഴ്സ് 50 പേരും ചേർന്ന് നല്ല സുന്ദരമായിട്ട് തിരുവനന്തപുരം ഭരിച്ചു കാണിക്കുന്നുണ്ട്. അപ്പൊ തുടങ്ങിയ പ്രശ്നമാണ്, എല്ലാവർക്കും പ്രശ്നം, എല്ലായിടത്തും പ്രശ്നം. ഇപ്പൊ മേയർ ആദ്യം പറഞ്ഞു പട്ടികളെല്ലാം പിടിച്ച് ഞങ്ങൾ ഷെൽട്ടറിടും. പട്ടികളെല്ലാം ഒരുവിധം ഷെൽട്ടർ ഇട്ടപ്പം ഇപ്പം പോലീസിനെ പട്ടികളായിട്ട് അങ്ങ് ഇറക്കി. ഇപ്പം പട്ടികൾ കടിക്കാൻ പട്ടികളില്ലാത്തത് കൊണ്ട് പോലീസ് പട്ടികൾ നിരന്ന് കടിക്കുകയാണ്. ഒരു കൈ ഇന്ത്യൻ കിട്ടിയ 5-6 ആന്റി റാബീസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് വനിതകൾ അവിടെ നിൽപ്പുണ്ട്. കുറച്ച് ദിവസം മുന്നേ നടന്നാൽ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ അവിടെ മുതൽ ഇവിടം വരെ വെച്ച ഫ്ലെക്സ് ഇല്ലേ, അതിനകത്ത് കാണിക്കുന്ന ഓരോ കാര്യങ്ങളും ആവാസ് യോജന വഴി വീട് നൽകിയത്. ആവാസ് യോജനയ്ക്ക് ഇവിടെ എന്തോ വേറെ പേരുണ്ട്. ഇവർക്ക് ആകെ ചെയ്ത് ഇവർ പേര് മാറ്റാൻ മിടുക്കന്മാരാണ്. ആവാസ് യോജനയുടെ ഇവിടുത്തെ പേരിന്റെ എന്താ, ലൈഫ് അല്ലേ, ലൈഫ് വഴി വീട് കൊടുത്തു, വെറുതെ വെള്ളം കൊടുത്തു, കറണ്ട് കട്ടില്ലല്ലോ അല്ലേ, നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പൊ കറണ്ട് കട്ട് തീരെ ഇല്ല. നമ്മൾ വളരെ സുന്ദരമായിട്ട് നമുക്ക് വീട്ടിനകത്തേ കാട്ടി പുറത്തിരിക്കാം ഇപ്പൊ, ഇല്ലേ. എല്ലാവർക്കും വെള്ളം കൊടുത്തു, എല്ലാവർക്കും എല്ലാം കൊടുത്തു. അങ്ങനെ ഫ്ലെക്സ് ഉണ്ട്. ആ ഫ്ലെക്സ് വച്ചതിന്റെ പകുതിയുടെ 100% പൈസ നിങ്ങൾ ഓർമ്മയുണ്ട്. കുറച്ചു ദിവസം മുന്നേ ചെറിയെങ്കിലും ഒരു കുഞ്ഞു പാമ്പ് കടിയേറ്റ് മരിച്ച ആ കുട്ടിയുടെ വീട് നിങ്ങൾ കണ്ടോ? ഈ ഫ്ലെക്സും ഈ ബോർഡും വച്ചതിന്റെ 1/4 പൈസ ഇവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പറഞ്ഞിട്ടപ്പോ അതിദരിദ്രരും അതിനും വീട് കൂടുതലും ദരിദ്രരുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ ഇന്ന് പാമ്പ് കടിയേറ്റ് പോയില്ലേ, നിങ്ങൾ കണ്ടില്ലേ? ആ അമ്മയുടെ വേദന നമ്മൾ കണ്ടില്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പിണറായി വിജയൻ സർക്കാർ ആദ്യമായി ഭരണത്തിൽ വന്നപ്പോ ഒരു സ്കൂളിനകത്ത് ഒരു കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചത്. എല്ലാം വിസ്മൃതിയിലേക്ക് ആണ്ടുപോകില്ല. ഞങ്ങളെ മറക്കില്ല. ഞങ്ങളുടെ അതിജീവിതങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഞങ്ങളെ മറക്കില്ല. ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് ഈ ഇടതും ബാക്കി അവരോടൊപ്പം കൂടി നിന്ന് വലതും ഞങ്ങളെ എല്ലാവരെയും ശരിയാക്കാൻ ശ്രമിച്ചതെല്ലാം മതി. ഞങ്ങൾക്ക് മതിയായി. നിങ്ങളെ കേരളത്തിലെ ജനങ്ങൾക്ക് മതിയായി, മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ ഉത്തരമാണ് ഈ ചൂണ്ടുവരലില് ഞങ്ങളുടെയൊക്കെ അറ്റത്ത് വേണ്ട മഷി. ഓരോരുത്തരും പറഞ്ഞില്ലേ ഞങ്ങൾക്ക് മതിയായി എന്നുള്ളത്. ആശാ അംഗനവാടി ടീച്ചർമാര്, ആശാ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റിന്റെ അവിടെ സത്യാഗ്രഹം കിടന്നപ്പോ അവർക്ക് വെള്ളവും ഭക്ഷണവും കൊടുക്കാൻ ഞങ്ങളാണ് കൂടെ ഉണ്ടായിരുന്നത്. അന്ന് ഈ ഇന്ത്യ മുന്നണിയെ സഖ്യത്തിനെ ഒന്നും ഞങ്ങളാരും അവിടെ ഒന്നും കണ്ടിട്ടില്ല. അവർക്കൊരു ടാർപ്പോ കെട്ടിക്കൊടുക്കാൻ ഞങ്ങളുടെ MP സുരേഷ് ഗോപി സാറ് പറഞ്ഞപ്പോ ആ ടാർപ്പോയെ വലിച്ചു കയറിക്കളഞ്ഞ് ഞങ്ങൾക്ക് സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി ഇപ്പൊ ഈ ബില്ല് വലിച്ചു കയറിക്കളഞ്ഞില്ലേ. അവരെന്താ ചെയ്തത്? എത്ര ദിവസം പെരുമഴയത്താണ് അവരിരുന്നത്. നിങ്ങൾ മറക്കും, ഞങ്ങൾ മറക്കില്ല. സ്ത്രീകളെ വളരാൻ സമ്മതിക്കുന്നില്ല എന്ന് നിങ്ങളാണെങ്കിൽ സ്ത്രീകൾ വളർന്നിരിക്കുമെന്ന് പാർട്ടി BJP ഭാരതീയ ജനതാ സഖ്യമാണ് പറയുന്നത്. സ്ത്രീകളെ വളർത്തിയിരിക്കും, സ്ത്രീകൾ ഉണ്ടാകും. അടുത്ത വരുന്ന സീറ്റുകളിൽ 2029 തീർച്ചയായിട്ടും ഈ വനിതാ സംവരണ ബില്ല് പ്രധാനമന്ത്രി നടപ്പിലാക്കിയിരിക്കുമെന്ന ഉറപ്പാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വനിതകൾക്ക് തരാനുള്ളത്. ഈ മുന്നേറ്റത്തിനെ തകർക്കാൻ ആർക്കും പറ്റില്ല. ഈ ഞങ്ങളുടെ ഈ പ്രയാണത്തിനെ തടുക്കാനും ആർക്കും പറ്റില്ല. ഈ രാജ്യത്തിന്റെ കോടാനുകോടി വരുന്ന വനിതകളുടെ കഷ്ടപ്പാടിന്റെയും ഞങ്ങളുടെ ആവശ്യവും ഞങ്ങളുടെ നിലനിൽപ്പിന്റെയും പ്രതിഷേധമാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇപ്പൊ ഒന്നേ പറയാനുള്ളൂ, നമ്മൾ ഒന്നായി മുന്നോട്ട് നീങ്ങാം, നമ്മൾ ഒന്നിച്ച് വളരണം. ആ ഒന്നിച്ച് വളർന്നുകൊണ്ട് പാർലമെന്റില് ഭാരതത്തിലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് നിയമനിർമ്മാണത്തിന് ഈ വനിതാ സംവരണ ബില്ല് പാസാക്കിക്കൊണ്ട് 2029 ഈ കേരളത്തിൽ നിന്നും അസംഖ്യം വനിതകൾ പാർലമെന്റിൽ ഉണ്ടാകും. ആ നിയമനിർമ്മാണത്തിൽ ഞങ്ങളും ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. നമ്മുടെ യോഗം ഉടനെ തന്നെ അവസാനിക്കുന്നതാണ്. നമ്മുടെ പ്രിയങ്കനായ ജില്ലാ പ്രസിഡന്റ് 2 വാക്ക് പറഞ്ഞ് നമ്മുടെ യോഗം ഇപ്പൊ തന്നെ നമ്മൾ അവസാനിക്കും. നമ്മുടെ സമര പരിപാടികൾ ആരംഭിക്കുന്നതാണ്. യോഗാധ്യക്ഷ മഹിളാമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി വനമ ശ്രീധരൻ, യോഗം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട അഞ്ജന MP അടക്കം ഈ വേദിയിലുള്ള എല്ലാ സഹോദരിമാർക്കും
മറ്റ് സഹപ്രവർത്തകർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും സാദര നമസ്കാരം. ഈ ബില്ലിന്റെ ആവശ്യകതയെപ്പറ്റി, എന്തിനാണ് പാർട്ടി ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത് എന്നൊക്കെ വളരെ വിശദമായി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കാലാവസ്ഥ ഇനി ഇതിന് ശേഷം ഒരു പ്രകടനം കൂടി നമുക്ക് ബുദ്ധ ജംഗ്ഷൻ വരെയുണ്ട്. അതുകൊണ്ട് ഞാൻ സുദീർഘമായ ഒരു പ്രഭാഷണത്തിനൊന്നും മുതിരുന്നില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇത്തരം ഒരു ബില്ല് ഭാരതത്തിലെ പകുതി ജനങ്ങൾ സ്ത്രീകളാണ് എന്ന് നമുക്കറിയാം. പകുതി ജനങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് ഒരു ജനാധിപത്യ സമൂഹത്തിനും പുരോഗതി സാധ്യമാകില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ആദരം നൽകിയിട്ടുള്ള ഒരു സമൂഹമാണ് ഭാരതത്തിന്റെ സമൂഹം. ഭാരതം സ്ത്രീകളെ അംഗീകരിച്ചതുപോലെ ലോകത്തിന്റെ ഒരു ജനതയും, ലോകത്തിലെ ഒരു ഭരണകൂടവും, ഒരു ജനസമൂഹവും ഇന്നേ വരെ ഇത്രയേറെ സ്ത്രീകൾക്ക് അംഗീകാരം നൽകിയിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടി നമുക്ക് 70 വർഷം പിന്നിടുമ്പോഴും ഭരണത്തിൽ നിന്ന് മാത്രം സ്ത്രീകളെ തീണ്ടാപ്പാട് അകലെ നിർത്തുന്ന ഒരു ദുഷിച്ച സാമൂഹ്യ വ്യവസ്ഥയാണ് ഇവിടെ ഉണ്ടായത്. അതിനൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ മാസം ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ചത്. പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ ഇടത് വലത് മുന്നണികൾ ചേർന്ന അവിശുദ്ധ കൂട്ടുകെട്ട് ആ ബില്ലിനെ പാർലമെന്റിൽ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. ആ ബില്ല് പരാജയപ്പെടാനുണ്ടായ കാരണം കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് 3/2 ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം ഇന്ത്യൻ പാർലമെന്റിൽ ഭരണഘടനയുടെ ഭേദഗതി പാസ്സാകണമെങ്കിൽ വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ 3/2 അംഗങ്ങളുടെ പിന്തുണ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ബില്ല് പരാജയപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, അപ്പൊ സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടാകും, എന്തുകൊണ്ടാണ് BJP വനിതാ സംവരണ ബില്ലിനൊപ്പം ഒരു ഭരണഘടനാ ഭേദഗതി കൂടി അവതരിപ്പിച്ചത് എന്ന്. കാരണം ഇവിടെയാണ് നാം ഈ രണ്ട് മുന്നണികളുടെയും ഇരട്ടത്താപ്പ്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഈ നാടിനോടുള്ള, സ്ത്രീകളോടുള്ള പ്രതിബദ്ധതയും ഇടത് വലത് മുന്നണികളുടെ ഇരട്ടത്താപ്പും നാം മനസ്സിലാക്കേണ്ടത്. കാരണം മുമ്പ് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ പാർലമെന്റിൽ 543 അംഗങ്ങളാണ് ഉള്ളത്. 543 അംഗങ്ങളുടെ 33% സംവരണം വേണമെങ്കിൽ നമുക്ക് വളരെ നിഷ്പ്രയാസം പാസ്സാക്കിയെടുത്ത് സ്ത്രീ സംവരണം നടപ്പാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ സംവരണം പാസ്സാകണമെങ്കിൽ തൊട്ട് അടുത്ത് നടക്കുന്ന ഡീലിമിറ്റേഷൻ അല്ലെങ്കിൽ സെൻസസിന് ശേഷം, നമുക്കറിയാം രാജ്യത്തെ സെൻസസിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സെൻസസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഉടൻ തന്നെ നമ്മുടെ മണ്ഡലങ്ങൾ പുനർനിർണയിക്കേണ്ടതുണ്ട്. കാരണം ജനസംഖ്യ ആനുപാതികമായിട്ടാണ് നമ്മുടെ പാർലമെന്റിലെ അംഗങ്ങളുടെ എണ്ണം നിജപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെയുള്ള നമ്മളുടെ നിയമം അനുസരിച്ച് 10 ലക്ഷം ആൾക്ക് ഒരു MP എന്നതാണ് നിലവിൽ നേരത്തെ തന്നെ നിജപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ മുമ്പ് ഇവിടെ പറഞ്ഞതുപോലെ കേവലം 45 കോടി അംഗങ്ങൾ അല്ലെ 55 കോടി ഇന്ത്യക്കാരുണ്ടായിരുന്ന സമയത്ത് നിജപ്പെടുത്തിയിട്ടുള്ള പാർലമെന്റ് അംഗങ്ങൾ മാത്രമാണ് ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റിലുള്ളത്. വേണമെങ്കിൽ ആ 541 പേരുടെ 33% സംവരണമെന്ന കണ്ണിൽ പൊടിയിടുന്ന ഒരു തട്ടിപ്പ് സംവരണത്തിൽ കൂടി നമുക്കും വേണമെങ്കിൽ ഇതിൽ നിന്ന് കൈ കഴുകാവുന്നതേ ഉള്ളൂ. പക്ഷെ അവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്കോ ഭാരതത്തിലെ സ്ത്രീ സമൂഹത്തോടുള്ള യഥാർത്ഥ കമ്മിറ്റ്മെന്റ്, കടപ്പാട് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം ഈ 2029 ഇനി അടുത്ത ലോക്സഭ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോഴേക്കും ഭാരതത്തിന്റെ സെൻസസ് നടപടിക്രമം അവസാനിപ്പിച്ച് നമ്മുടെ മണ്ഡല പുനർനിർണയം സാധ്യമാകില്ല. അപ്പോഴാണ് നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞത്, ഇപ്പോൾ നാം 33% സംവരണം കൊടുത്താൽ 541ന്റെ 33% സാധ്യമാവുകയുള്ളൂ. പക്ഷേ പുതിയ ഡീലിമിറ്റേഷൻ, അതായത് മണ്ഡല പുനർനിർണയം വരുമ്പോഴേക്കും ഇന്ത്യൻ പാർലമെന്റിലെ അംഗങ്ങളുടെ എണ്ണം 810 മാറും. അതുകൊണ്ടാണ് നമ്മൾ പരമാവധി അംഗങ്ങളുടെ എണ്ണം 850 എന്ന് നിജപ്പെടുത്തി. അപ്പൊ ഈ 850 പേരുടെ 33% കിട്ടിയാൽ ഏകദേശം 210 വനിതകളെ, 272 വനിതകൾ, 271 വനിതകളെ നമുക്ക് പാർലമെന്റിൽ എത്തിക്കാൻ പറ്റും. അല്ല എങ്കിൽ ഇപ്പോൾ 540 പേരുടെ 33% പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി സംയുക്തമായി, ഇന്ത്യൻ സ്ത്രീകൾ എന്നുള്ളത് എല്ലാവരുടേതുമാണ്, ഇന്ത്യൻ ജനാധിപത്യത്തിൽ പകുതിയോളം വരുന്ന അംഗങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടാൻ നമുക്ക് എല്ലാവർക്കും സഹകരിച്ച് ഈ ബില്ല് അവതരിപ്പിക്കാം എന്നതായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി മുൻപോട്ടേക്ക് വെച്ച നിർദ്ദേശം. പക്ഷെ ഇവിടെ പറഞ്ഞതുപോലെ അന്ധമായ രാഷ്ട്രീയ വിരോധം, ഇനി ഏതെങ്കിലും രീതിയിൽ വനിതാ സംവരണ ബില്ല് പാസ്സായാൽ നരേന്ദ്രമോദി സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള ക്രെഡിറ്റ് കിട്ടുമോ എന്ന സങ്കുചിതമായ ചിന്തകൾ കൊണ്ടാണ് ഇടത് വലത് മുന്നണികൾ പറഞ്ഞത് സാധ്യമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 850 പേരുടെ
33% ബില്ല് നാം അതായിരുന്നു കിട്ടിയിരുന്നത് എങ്കിൽ അപ്പോൾ ഉടനെ തന്നെ ഇവർ മറ്റൊരു പ്രശ്നമെടുത്തിട്ടു. അങ്ങനെയെങ്കിൽ പലരുടെയും പ്രാതിനിധ്യം കുറയും. കാരണം ജനസംഖ്യ ആനുപാതികമായി പാർലമെന്റ് അംഗങ്ങളുടെയും നിയമസഭാ അംഗങ്ങളുടെയും എണ്ണം പുനഃക്രമീകരിക്കാൻ തുടങ്ങിയാൽ പല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും അംഗസംഖ്യ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ നരേന്ദ്രമോദിയും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും പറഞ്ഞു, ശരിയെങ്കിൽ അത് വേണ്ട, നമ്മൾക്ക് ജനസംഖ്യ ക്രമം നോക്കാതെ തന്നെ 50% അധികം സീറ്റ് എല്ലായിടത്തും വർദ്ധിപ്പിക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് 210 പേരുള്ള 140 അംഗങ്ങളുള്ള കേരള നിയമസഭയിൽ 210 പേര് വരും. 20 ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം എന്നുള്ളത് 30 മാറും. അപ്പൊ 20 പേരുടെ 33% എന്നുള്ളത് നമുക്കറിയാം 6.5-7 ആൾക്കാരെ അയക്കാൻ പറ്റുമ്പോ 30 പേരുടെ 33% എന്നുള്ളത് 9-11-10 പേരെ നമുക്ക് പാർലമെന്റിലേക്ക് അയക്കാൻ പറ്റും. അങ്ങനെ എല്ലാ നിയമസഭകളുടെയും എണ്ണം 50% അധികം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ സംവരണം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറാകാതിരുന്ന രണ്ട് മുന്നണികളും ഈ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. ഈ രാജ്യത്തെ മഹിളകളോടുള്ള അവരുടെ ഇരട്ടത്താപ്പ്, ആ മഹിളകളോടുള്ള അവരുടെ വഞ്ചന, ഇത് തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എല്ലാ ജില്ലകളിലും, സംസ്ഥാന വ്യാപകമായല്ല രാജ്യവ്യാപകമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തരം യോഗങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ രാവിലെ സമയത്ത് മുമ്പ് പറഞ്ഞതുപോലെ കത്തുന്ന ചൂടിലും ഇത്രയേറെ മഹിളകള് തടിച്ചുകൂടി ഇവിടെ എത്തി ഈ ബില്ലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ, ഇടത് വലത് മുന്നണികളുടെ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കാൻ തയ്യാറായ എല്ലാ സഹോദരിമാർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ വനിതാ സംവരണ ബില്ല് നടപ്പാക്കാൻ തുനിഞ്ഞിറങ്ങിയ നരേന്ദ്രമോദി സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ച മഹിളാ മോർച്ചയുടെ ജില്ലാ ഘടകത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. ഈ യോഗത്തിന് കൃതജ്ഞത പറയാൻ ആലപ്പുഴ ജില്ലാ മഹിളാ മോർച്ച ജനറൽ സെക്രട്ടറി മഞ്ജു അണിയെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മുടെ ഇവിടെ നടത്തുന്ന ഈ റാലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആലപ്പുഴ സൗത്ത് ജില്ലയിൽ നിന്നെത്തിയിട്ടുള്ള നമ്മുടെ BJPയുടെ മുതിർന്ന നേതാക്കന്മാർ, മണ്ഡലതലത്തിലുള്ള നമ്മുടെ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ, ജില്ലയുടെ പ്രവർത്തകർ, പഞ്ചായത്ത് തല പ്രവർത്തകർ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നമുക്ക് ഒറ്റക്കെട്ടായി